പാർത്ഥന് നേരിട്ട് ഉപദേശിച്ചിട്ടുള്ളതും വ്യാസ ഭഗവാൻ ഗ്രന്ഥരൂപത്തിലാക്കിയിട്ടുള്ളതും അത് മഹാഭാരതത്തിന്റെ മധ്യത്തിൽ കോർത്തിട്ടുള്ളതുമാണ് എന്ന്. അപ്പം അങ്ങനെയുള്ള ദേവി ഭാഗവതം ഉപദേശ രൂപേണയാണ് രചിച്ചിരിക്കുന്നത്. അതായത് എല്ലാ പുരാണങ്ങളും തന്നെ ഉപദേശങ്ങളാണ്. ഇവിടെ വ്യാസ മഹർഷി തൻ്റെ പുത്രനായ അയോനിജനായ ബ്രഹ്മർഷിയായ ശ്രീശുക മഹർഷിക്ക് ഉപദേശിച്ചിട്ടുള്ളതാണ് ദേവി ഭാഗവതം. അദ്ദേഹത്തിൻ്റെ കൂടെ സഹപാഠിയായ സൂതനും ഉണ്ടായിരുന്നു. ഈ സൂതൻ ഒരിക്കൽ നൈമിഷാരണ്യത്തിലെത്തി. എന്താണ് നൈമിഷാരണ്യം? ദ്വാപരയുഗത്തിന്റെ അവസാന സമയം, കലിയുഗം ആരംഭിക്കാൻ പോവുകയാണ്. മഹർഷിമാർക്കൊക്കെ വല്ലാത്ത വിഷമം, കലി ബാധിക്കാൻ തുടങ്ങുകയാണ്. തങ്ങൾ എവിടെ പോയി ഇരുന്ന് ധ്യാനിക്കും? മഹർഷിമാരെല്ലാവരും കൂടെ ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ ബ്രഹ്മദേവൻ എന്തു ചെയ്തു? തൻ്റെ മനോമുകുരത്തിൽ നിന്ന് ഒരു നേമി സൃഷ്ടിച്ചു. എന്നിട്ട് പറഞ്ഞു, മഹർഷിമാരെ, നിങ്ങളുടെ ദുഃഖം ഞാൻ മാറ്റിയെടുക്കാം. ഞാൻ ഈ നേമി എന്ന് പറഞ്ഞാൽ ചക്രം, ഈ ചക്രം ഞാൻ ഉരുട്ടിവിടാം. ഇത് എവിടെ ചെന്ന് പൊടിഞ്ഞു വീഴുന്നുവോ അവിടെ നിങ്ങൾക്ക് കലിബാധ ഏൽക്കാതെ കലിയുഗത്തിൽ പ്രാർത്ഥനയും ധ്യാനവും ഒക്കെ ആയിട്ട് ഇരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മദേവൻ തൻ്റെ നേമി ഉരുട്ടിവിട്ടു. ശൗനകാദി മഹർഷിമാരെല്ലാം ഈ നേമിയുടെ പുറകെ പോയി. നേമി ചെന്ന് ഒരു കാട്ടിൽ പൊടിഞ്ഞു വീണു. അവിടമാണ് നൈമിഷാരണ്യം. ആ നൈമിഷാരണ്യത്തിലാണ് സൂതൻ എത്തുന്നത്. ശൗനകാദി മഹർഷിമാര് സൂതനെ ഉപചാരപൂർവ്വം സ്വീകരിച്ചിരുത്തി. അതിനുശേഷം മുനിമാര് സൂതനോട് പറഞ്ഞു. അപ്പൊ സൂതനൊരു പ്രത്യേകത ഉള്ളത് എന്താണ്? സൂതൻ ഈ കഥകളൊക്കെ വളരെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ട്, ചമൽക്കാരെയൊക്കെ ചേർത്ത്. അതുകൊണ്ട് തന്നെ ഈ മഹർഷിമാർ പറഞ്ഞു, അങ്ങേക്ക് നന്നായിട്ട് കഥയൊക്കെ പറഞ്ഞു തരാൻ അറിയാമല്ലോ, ഞങ്ങൾക്ക് പുരാണങ്ങളൊക്കെ പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. സൂതൻ പറഞ്ഞു, എനിക്കും